നെക്സ്റ്റ് ടോപ്പിക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. കോസ്റ്റിനെ മെയിനായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു നേച്ചർ ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് അനദർ ക്ലാസിഫിക്കേഷൻ ഈസ് കോസ്റ്റ് ബേസ്ഡ് ഓൺ ബിഹേവിയർ. First classification, according to nature of production process, it can be classified as a batch cost, process cost, operation cost, job cost and contract cost. അതിൽ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ബാച്ച് കോസ്റ്റ്. ബാച്ച് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാച്ച് എന്നുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്രൂപ്പ് ഓഫ് സിമിലർ പ്രൊഡക്ട്സ് ഓർ നമ്പർ ഓഫ് സ്മാൾ ഓർഡേഴ്സ് പ്രോസസ്ഡ് ഓർ മാനുഫാക്ചർഡ് ടുഗദർ എ സിംഗിൾ ഗ്രൂപ്പ്. ഈച്ച് ബാച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ്, ഓരോ ബാച്ചും എന്ത് ചെയ്യാണ്, കോസ്റ്റ് ഓഫ് ഈച്ച് ബാച്ച് ഈസ് അസറ്റൈൻഡ് സെപ്പറേറ്റ്ലി. അപ്പോൾ ഈ ബാച്ചസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺസേൺസിലാണ് ബാച്ച് കോസ്റ്റ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ബാച്ചായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബാച്ച് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്, ഗ്രൂപ്പ് ഓഫ് സിമിലർ പ്രൊഡക്ട്സ്, ഗ്രൂപ്പ് ഓഫ് സിമിലർ പ്രൊഡക്ട്സ് ഓർ നമ്പർ ഓഫ് സ്മാൾ ഓർഡേഴ്സ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് അല്ലെ ബിസ്ക്കറ്റ് കമ്പനീസ്, ഇവയൊക്കെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബാച്ചായിട്ടാണ്. അങ്ങനെ അത്തരം ബാച്ചുകളായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ബാച്ച് കോസ്റ്റ് മെത്തേഡാണ്. So it is used in concern that produce goods in batches. Cost of each batch is ascertained separately. It is applicable in pharmaceutical companies, biscuit companies, ready-made garments, etc. Then another one is that process cost. Process cost എന്ന് പറഞ്ഞാൽ it is used where the products passes through several distinct processes before its completion. അതായത് അതിനെ പറയുന്ന പേരാണ് പ്രോസസ്സ്. സെർട്ടൻ പ്രൊഡക്ട്സ് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്താൻ, ഫൈനൽ സ്റ്റേജ് ഫിനിഷ്ഡ് ഗുഡ്സ് ആവാൻ ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ പാസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, എത്തുന്നത്. അതായത് ആ ഈച്ച് സ്റ്റേജ് ഓഫ് മാനുഫാക്ചറിനെ പറയുന്ന പേരാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് ഇൻക്ലൂഡ് ഫോർ ഈച്ച് പ്രോസസ്സ്, ഓരോ പ്രോസസ്സിനെയും നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് പ്രോസസ് കോസ്റ്റ്. ഇറ്റ് ഈസ് എംപ്ലോയ്ഡ് ഇൻ കെമിക്കൽ വർക്ക്, അതുപോലെ തന്നെ ഷുഗർ മില്ല്, ടെക്സ്റ്റൈൽസ്, സോപ്പ് ഫാക്ടറീസ്, ഇവിടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രോസസ് കോസ്റ്റിങ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ ഓപ്പറേഷൻ കോസ്റ്റ്. ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എംപ്ലോയ്ഡ് വേർ ദ മാനുഫാക്ചറിങ് പ്രോസസ് കൺസിസ്റ്റ് എ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഓപ്പറേഷൻസ് ലൈക്ക് ഡ്രില്ലിങ്, വെൽഡിങ് എക്സെട്ര. അതായത് ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ഇൻ ലെതർ കമ്പനീസ്, ടിമ്പർ വർക്ക്സ് എക്സെട്ര. ലെതർ കമ്പനീസിൽ, ടിമ്പർ വർക്ക്സിലൊക്കെയാണ് ഓപ്പറേഷൻ കോസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതായത് മാനുഫാക്ചറിങ് പ്രോസസ്സ് സംടൈംസ് മേ ബി ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് പാർട്ട്. ഈച്ച് പാർട്ട് ഈസ് നോൺ ആസ് ആൻ ഓപ്പറേഷൻ. അതായത് ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ ഓഫ് എ സ്റ്റീൽ അൾമറ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഓപ്പറേഷൻസ് സച്ച് ആസ് cutting a steel sheet, welding the body, welding the compartments, fixing the door and handle and polishing. ഇങ്ങനെ ഡിഫറെൻ്റ് ഓപ്പറേഷൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ വർക്കും ചെയ്യുന്നത്. ഇങ്ങനെ ദിസ് കോസ്റ്റ് ഓഫ് ഈച്ച് ഓപ്പറേഷൻ ഈസ് നോൺ ആസ് ഓപ്പറേഷൻ കോസ്റ്റ്. ഇങ്ങനെ ഓരോ ഓപ്പറേഷൻ്റെയും കോസ്റ്റ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എന്ത്, ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ്, ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സിനെ ഡിഫറെൻ്റ് പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഡിവൈഡ് ചെയ്യുന്ന ഓരോ പാർട്ടിനെയും ഓപ്പറേഷൻസ് എന്ന് പറയുന്നു. ആ ഓപ്പറേഷൻസിനെ എന്ത് ചെയ്യാണ്, ഓരോ ഓപ്പറേഷൻസിൻ്റെയും കോസ്റ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ജോബ് കോസ്റ്റ്. ജോബ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ
The cost which can be used by the job industries. It undertake work against a specific order of the customers. അതായത് സ്പെസിഫിക് ഓർഡർ ജോബ് കണ്ടക്ട് ചെയ്യുന്നതാണ് എന്ത് ഓൺ ജോബ് കോസ്റ്റ് എന്ന് പറയുന്നത്. ജോബ് കോസ്റ്റ് അണ്ടർടേക്കൺ ചെയ്യുന്നത് പ്രിൻറ്റിംഗ് പ്രസ്, റിപ്പയർ ഷോപ്പ്, ഡെക്കറേഷൻസ് എക്സെട്ര. ദെൻ കോൺട്രാക്റ്റ് കോസ്റ്റ്. It is employed by firms undertaking the contract works, also known as terminal cost. അതായത് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ജോബാണ്, അതായത് ലോങ്ങർ ടൈം ടു കംപ്ലീറ്റ് അല്ലേ. ലൈക്ക് ജോബ് ഈച്ച് കോൺട്രാക്റ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ. സോ ഓരോ കോൺട്രാക്റ്റും സെപ്പറേറ്റ് കളക്ട് ചെയ്യുകയും അക്യൂമുലേറ്റ് ചെയ്യുകയും അസറ്റൈൻ ചെയ്യുകയും ചെയ്യുന്നതാണ് കോൺട്രാക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ടെർമിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കോൺട്രാക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ കോസ്റ്റ് ഇൻക്ലൂഡ് ഫോർ ഈച്ച് കോൺട്രാക്റ്റ് ഈസ് കോൾഡ് കോൺട്രാക്റ്റ് കോസ്റ്റ്. നമുക്കറിയാം കോൺട്രാക്റ്റ് എടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്, ഓരോ എൻജിനീയേഴ്സ് കോൺട്രാക്റ്റ് എടുക്കുക, അവർ ഓരോ വർക്കും അവരെന്ത് ചെയ്യാണ്, ഓരോ കോൺട്രാക്റ്റും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് കോൺട്രാക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ബേസ്ഡ് ഓൺ ബിഹേവിയർ. ഫിക്സ്ഡ് കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ കോസ്റ്റ് വിച്ച് ഡു നോട്ട് ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വെൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ത് ചെയ്യും, റിമെയിൻ ഫിക്സ്ഡ് ആയിരിക്കും, അത് എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. ഇറ്റ് മേ വേരി അക്കോർഡിംഗ് ടു ടൈം. ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ഓൾസോ കോൾഡ് ടൈം കോസ്റ്റ് ഓർ പീരീഡ് കോസ്റ്റ്. സോ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റെൻ്റ് ആൻഡ് റേറ്റ്, സാലറീസ് ആൻഡ് വേജസ് ഓഫ് പെർമനൻറ്റ് സ്റ്റാഫ്, ഇറ്റ് ഷുഡ് ബി റിമെയിൻ ഫിക്സ്ഡ് ആണ്. ഇറ്റ് മേ വേരി ഇൻ ദി ലോങ് റൺ. ഇറ്റ് മേ ആൾസോ ബി നോട്ടഡ് ദാറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ വോളിയം ഓഫ് ഔട്ട്പുട്ട്. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഫിക്സ്ഡ് കോസ്റ്റ് എന്ത് ചെയ്യില്ല, ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യില്ല, അത് റിമെയിൻ ഫിക്സ്ഡ് ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ഇറ്റ് വിൽ ബി വേരി അക്കോർഡിംഗ് ടു ദി ചേഞ്ച് ഇൻ വോളിയം ഓഫ് ഔട്ട്പുട്ട് പെർ യൂണിറ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ബി വേരി അക്കോർഡിംഗ് ടു ദി വോളിയം ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. സോ എക്സാമ്പിൾ എന്ന് പറയുന്നത് റെൻ്റ് ആൻഡ് റേറ്റ്, സാലറീസ് ആൻഡ് വേജസ് ഓഫ് പെർമനൻറ്റ് സ്റ്റാഫ് എക്സെട്ര. ദെൻ വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദോസ് കോസ്റ്റ് വിച്ച് വേരി ഡയറക്റ്റ്ലി വിത്ത് ചേഞ്ച് ഇൻ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഓർ വോളിയം ഓഫ് ഔട്ട്പുട്ട്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് പ്രൊഡക്റ്റ് കോസ്റ്റ്. അതായത് വോളിയം ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുകയോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ടോട്ടൽ വേരിയബിൾ കോസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊപ്പോർഷനേറ്റ്ലി ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. വോളിയം ഓഫ് ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ഡിക്രീസ് ചെയ്യും. ബട്ട് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ ഫിക്സ്ഡ് ആണ്. ഇവിടെ വോളിയം ഓഫ് പ്രൊഡക്ഷനിൽ ചേഞ്ചസ് വരുത്തുന്നത് എന്ത് ചെയ്യാണ്, ഇൻ ടോട്ടൽ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വേരി, അതായത് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ഇൻക്രീസ് ചെയ്യും. ടോട്ടൽ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ഡിക്രീസ് ചെയ്യും. ബട്ട് ഇൻ ദ കേസ് ഓഫ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ ഫിക്സ്ഡ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ ഫിക്സ്ഡ് ആണ്. കാരണം എങ്ങനെയാണ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ ഫിക്സ്ഡ് ആകുന്നത്? വേരിയബിൾ കോസ്റ്റ് എക്സാമ്പിൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, കമ്മീഷൻ ഓഫ് സെയിൽസ്മാൻ,
അതർ വേരിയബിൾ ഓവർ ഹെഡ്. ഇതൊക്കെയാണ് എന്ത്, അതായത് ഡയറക്റ്റ് കോസ്റ്റാണ് എന്ത്, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ദി വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്താണ്, റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ്, അത് ഫിക്സഡ് ആണ്, വിച്ച് ഡസ് നോട്ട് ചേഞ്ച് ഇൻ ദി വോളിയം ഓഫ് പ്രൊഡക്ഷൻ. ബട്ട് ഇൻ ദ കേസ് ഓഫ് total variable cost can be changed, increasing or decreasing the volume of production. ഓക്കെ, അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്താണ്, വേരിയബിൾ കോസ്റ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? ദെൻ സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ കോസ്റ്റ് പാർട്ട്ലി ഫിക്സ്ഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ. പാർട്ട്ലി ഫിക്സ്ഡും പാർട്ട്ലി വേരിയബിളും ആയിട്ടുള്ള കോസ്റ്റിനെയാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ടെലിഫോൺ ചാർജ് ഒരു ഫിക്സ്ഡ് പോർഷൻസ് വരെ എന്താണ്, അത് ഫിക്സ്ഡ് ആണ്. അതായത് മിനിമം ചാർജ് എത്രയാണ് എന്തായാലും പ്രൊവൈഡ് ചെയ്യണം. അതിൽ കൂടുതൽ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കോൾ റേറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ചാർജിൽ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ഉണ്ടാകുന്നു. സോ ടെലിഫോൺ ചാർജ്. അതുപോലെ തന്നെ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. അതായത് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഒരു പരിധി, ഒരു ഫിക്സ്ഡ് എന്ത് ചെയ്യുന്നു, ചാർജ് ഫിക്സ് ചെയ്യുകയും അതിൽ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ അത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസിൽ, അതുപോലെ തന്നെ പവർ ചാർജ് യൂണിറ്റ്സിലൊക്കെ എന്ത് ചെയ്യുന്നു, മാറ്റം വരുന്നു. സോ വിച്ച് ഈസ് കോൾഡ് ആസ് എ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ കോസ്റ്റ് ആർ പാർട്ട്ലി ഫിക്സ്ഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ. പാർട്ട്ലി ഫിക്സ്ഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പവർ ചാർജസ്, ഡിപ്രീസിയേഷന്, ടെലിഫോൺ ചാർജസ്, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് മിക്സ്ഡ് കോസ്റ്റ് ഓർ സെമി ഫിക്സ്ഡ് കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് മിക്സ്ഡ് കോസ്റ്റ്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് സ്റ്റെപ്പ് കോസ്റ്റ്. സ്റ്റെപ്പ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ഇൻക്രീസ് ഇൻ സ്റ്റെപ്സ്. സ്റ്റെപ്പായിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് എങ്കിൽ വിച്ച് ഈസ് ടു ബി കൺസിഡേർഡ് ആസ് എ സ്റ്റെപ്പ് കോസ്റ്റ്. ദിസ് റിമെയിൻ ഫിക്സ്ഡ് ഓവർ എ റേഞ്ച് ഓഫ് ആക്ടിവിറ്റി ആൻഡ് ദെൻ ജംപ് ടു എ ഹയർ ലെവൽ. It is also known as chunky cost. ചങ്കി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൂപ്പർവൈസറുടെ സാലറി, ക്യാൻറ്റീൻ സ്റ്റാഫിൻ്റെ വേജസ്, ഇതൊക്കെ എന്താണ്, സ്റ്റെപ്പ് കോസ്റ്റാണ്. അതായത് ഇൻക്രീസ് ചെയ്യുന്നത് ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ ആസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. സ്റ്റെപ്പ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ചങ്കി കോസ്റ്റ്. സോ classification of cost, mainly two classification according to nature of production or process. Classification of cost based on behavior. Classification of cost based nature of production process, batch cost, process cost, operation cost, job cost, contract cost. Then classification of cost based on behavior, fixed cost, variable cost, semi variable cost, step cost.